അൽ ജീലാനി ജുമാ മസ്ജിദ്, ഇർഷാദ് സുബിയാൻ മദ്രസ മുഴങ്ങാണി മഹല്ല് കമ്മിറ്റി വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. പൊതുസമ്മേളനം മഹല്ല് ഖത്തീബ് ജമാലുദ്ദീൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പ്രതീകമായിരുന്നു മുഹമ്മദ് നബി എന്നും മുഹമ്മദ് നബിയുടെ പാത പിൻപറ്റാൻ എല്ലാവരും ശ്രമിക്കണമെന്നും ജമാലുദ്ദീൻ ബാഖവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ഈ സംരംഭം തത്സമയം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നു പോകുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന അത്ര ഇസ്സത്തോടെ ജീവിച്ച് മരിക്കുമ്പോൾ പരിപൂർണ്ണ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും റബ്ബ് തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കല്ലാർകുഴിയിൽ അഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു. ഷുറൈബ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തി. മഹല്ല് ജനറൽ സെക്രട്ടറി മണ്ടായപ്പുറം യൂസഫ് ഹാജി, ആറാംതോപ്പിൽ ഉമ്മർ കോയ ഹാജി തുടങ്ങി മറ്റ് മഹല്ല് ഭാരവാഹികൾ, ഉസ്താദുമാർ, മഹല്ല് ഗൾഫ് കമ്മിറ്റി പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജ്യോതി തരും മദീന സുന്ദരവേദി തണിപ്പാകി തണലേകാനായി തിരുഗുരുഹാദി തരിമ്പുമിനിയാദി ഇനി പെരിയവൻ തരും നീതി തുതി പാടി കൊതി നേടാനായി പതികരി തോതി നബി ദൂതരെ തേടി നിറമനസാകെയും കൂടി ദൂതരെ തേടി നിറമനസാകെ പകൽ മണഞ്ഞ ദൂരെ പോർക്കളങ്ങളാകെ സ്നേഹം തേനിറഞ്ഞിടലായി സമാരംഭമാം സുഗന്ധ പൂവിതമാം സുരഗങ്ങൾ ഒരുകി വരവായി ജഗങ്ങൾ ഉണരുകയായി ജനരാജൻ ഗുരുദൂതൻ മധുഹായ മതലിൽ ഉണരുകയായി നബിനാഥൻ ജഗതാരൻ പുതുസാരപ്രഭ നനുകയായി പ്രപഞ്ചത്തൊരുനക മതിരതി അലങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾക്കായി കലാസാഹിത്യ മത്സരങ്ങൾ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, മൗലീദ് പാരായണം, ദുആ സംഗമം, മതവിജ്ഞാന സദസ്സ്, അന്നദാനം എന്നിവയും നടന്നു. സംസു മുഴങ്ങാണി സ്വാഗതവും പുതുപ്പറമ്പിൽ ഹനീഫ നന്ദിയും പറഞ്ഞു.